പെർഫോമൻസ് എല്ലാവരും കൊള്ളായിരുന്നു. ഈ അമീൻ റഷീദൊക്കെ അടിപൊളി അഭിനയമായിരുന്നു. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. സ്റ്റോറി കൊള്ളാം. കുഴപ്പമില്ല, നല്ല സിനിമയാണ്. അവർ ഫ്രഷേഴ്സ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നില്ല, നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സെലിബ്രിറ്റീസ് സിനിമയിലെ കാണണേ, ഇവരിപ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം പ്രൊമോട്ട് ചെയ്ത് സക്സസ് ആവും അവർ. ഓഡിയൻസിന് കണക്ട് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം, അത്രയേ ഉള്ളൂ. ഇല്ല, അത്ര പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കുഴപ്പമില്ല, ഫാമിലി എൻ്റർടൈനിങ് ആണ്. ലവ് സ്റ്റോറി പോലെയാണ്. പണ്ടത്തെ ലവ് സ്റ്റോറി വീണ്ടും വന്നു, അത്രയും. കുടുംബസമേതം വന്നിരുന്ന് കണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു സിനിമ. കാണണം, എല്ലാവരും വന്ന് കാണുക. അതാണ് കഥയും അതുപോലെ തന്നെ നല്ല പാട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് പ്രതീക്ഷിക്കാത്ത, ഇതുവരെ നമ്മൾ വന്ന് ഇറങ്ങിയ ഈ അടുത്ത കാലത്തെങ്ങും ഇത്തരത്തിലൊരു സിനിമ ഇറങ്ങിയിട്ടില്ല. ത്രില്ലർ തന്നെയാണ്. കണ്ട് നമ്മൾ അതിൻ്റെ സമയം പോകുന്ന പോലും അറിയത്തില്ല. പുതുമുഖമാണ്. പുതുമുഖങ്ങളെന്ന് പറഞ്ഞാൽ അവർ പുതുമുഖങ്ങളാണെന്ന് പറയത്തില്ല, അവരത്ര നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അത് കൂടുതലും ഈ തിയേറ്ററുകാർ കൂടി സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ആ പടങ്ങൾ വിജയിക്കത്തുള്ളൂ എന്നുള്ളത്. ഇപ്പം കൂടുതലും മൗത്ത് പബ്ലിക് ഉണ്ടെങ്കിലേ അത് കൂടുതൽ കയറത്തുള്ളൂ. പിടിച്ചിരുത്താനുള്ള എല്ലാ ഇതും ആ സിനിമയ്ക്കകത്തുണ്ട്. ഫോർസിസ് എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ മ്യൂസിക്കോട് കൂടിയുള്ള ഇപ്പോഴത്തെ ന്യൂ ജനറേഷനും പഴയ ആൾക്കാർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ലവ് സ്റ്റോറി തന്നെയാണ്. തീർച്ചയായിട്ടും അതിനകത്ത് ഏറ്റവും നല്ലൊരു കഥ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് അവർ കണ്ടിട്ട് പോയവരാണ്. അവർ അടുത്ത് ചോദിച്ചാൽ അവർ കറക്റ്റ് കാര്യങ്ങൾ കുറേ കൂടെ പറയും. മൂവി നന്നായിരുന്നു. ഒരുപാട് ക്രൗഡും പിന്നെ അതുകൊണ്ട് തന്നെ ചില സീൻസ് കാണുമ്പോൾ എല്ലാവരുടെയും ഒരു കയ്യടിയും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു മൂവി കുറേ നാളിന് ശേഷം ഇപ്പോഴായിരിക്കും ഇങ്ങനെ ഒരു മൂവി വരുന്നത്. അപ്പം മേയുടെ എക്സ്പീരിയൻസ് പറയുന്നത് ഒരു ബിഗ് സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ അകത്ത് കുറേ അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളും കൂടെ ഉണ്ടായിരുന്നു. അവരോടൊപ്പം അഭിനയിക്കാൻ പറ്റി. അവരുടെ എക്സ്പീരിയൻസ് എനിക്കും കൂടി ഒന്ന് എൻ്റെ അടുത്തും കൂടെ ഷെയർ ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ഒരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ് ഇത്. ഈ ഒരു മൊമെൻറ്റിൽ എനിക്കത് എങ്ങനെ പറഞ്ഞിരുന്നോ എനിക്ക് അറിയത്തില്ല. എക്സൈറ്റ്മെൻറ്റ് ഓഡിയൻസിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഓരോ സീനും ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഫേസ് എൻ്റെ സ്വന്തം പേരൻസ് ആണ് അടുത്തിരിക്കുമ്പോൾ പോലും എനിക്ക് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവരുടെ ആ ഓരോ മൊമെൻറ്റ്സ് അവിടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഫീല് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. എല്ലാവരും മൂവി പോയി കാണുക, അതും ഫാമിലി ആയിട്ട് തന്നെ പോയി കാണുക. ഉറപ്പായിട്ടും കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. കാരണം ഒരു പണ്ടത്തെ ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു ട്രാക്ക്, കുറേയധികം നല്ല ഫ്രെയിംസ്, നല്ല ഒരുപാട് സോങ്ങുകൾ എല്ലാം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഫാമിലി ആയിട്ട് തന്നെ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. எனக்கு ரொம்ப பிடிச்சது இது. This is my first movie, it's my debut and I'm really proud of it. Everyone in the cast and crew, they did a best job and it's very worth it. எல்லாருக்கும் ரொம்ப பிடிக்கும். கண்டிப்பாக போய் பாருங்கள். ப்ளீஸ் சப்போர்ட் and show a lot of love. படம் முழுக்கவே லைக் a lot of people help me. எனக்கு அந்த மாதிரி ஒரு சப்போர்ட் கிடச்சதே இல்லை இது வரைக்கும். ஸோ எனக்கு மலையாளம் தெரியாது. ஸோ எல்லோரும் எனக்கு தமிழில் சொல்லி கொடுத்தாங்க. அண்ட் லாட் ஆஃப் குட்டி மொமெண்ட்ஸ் இந்த ஹோல் ஷூட்டிங் எக்ஸ்பீரியன்ஸ், இட் மேட் மை ஹோல் experience like really good. So I'm really proud of all the cast of the work and yeah, it's really good.